ഒരു ലെവലിലൊക്കെ എത്തിയ ആൾക്കാർ അവരുടെ കഴിവുകൊണ്ടൊന്നുമല്ല എത്തിയത്, എനിക്ക് ഇങ്ങനെ കയറി നിൽക്കാൻ യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇമ്പോസ്റ്റർ ഫിനോമിന. അപ്പോൾ എനിക്കങ്ങനെ ഒരു തലത്തെത്തിയൊന്നും ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും ഈ മുരളി മാഷ്ടെ സ്മാരക പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചമ്മലുണ്ട്, ഒരു ഇമ്പോസ്റ്റർ ഫിനോമിന ഉണ്ട്. മലയാളത്തിൽ അതിന് തുല്യമായിട്ടുള്ളൊരു വാക്ക് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്ന മുരളി മാഷിനെ പോലെ അറിയപ്പെടുന്ന ആളുകൾ, അറിയപ്പെടാത്ത ആളുകൾ, ഒരുപാട് കാലുവെന്ത മനുഷ്യർ, ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ CPIM-നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറിയപ്പെടാത്ത ആളുകളാണ് അധികം, അറിയപ്പെടുന്ന നേതാക്കന്മാരെക്കാൾ അധികം. അപ്പോൾ ഒരു CPI അനുഭാവിയോ ഇടതുപക്ഷ സഹയാത്രികനോ ഒന്നുമല്ലാത്ത എനിക്ക് ഈ മുരളി മാഷിൻ്റെ ഈ സ്മാരക പ്രഭാഷണം നടത്താനുള്ള യോഗ്യതയെപ്പറ്റി എനിക്ക് വലിയ പേടിയുണ്ട്. പിന്നെ മുൻവർഷങ്ങളിൽ ഈ പ്രഭാഷണം നടത്തിയുള്ള പേരുകൾ വായിച്ചപ്പോൾ എൻ്റെ ആ ഒരു പേടി വർദ്ധിക്കുകയാണ്. അപ്പോൾ ഞാനത് നേരത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഹരിദാസ് മാഷോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ശരിയാവാത്ത, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കോൺഫിഡൻസ് മീൻസ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ഇവിടെ പിടിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ സോൾസനിസിനെയൊക്കെ വായിച്ചിട്ട് അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരാളാണ്. പിന്നെ ആകെ എനിക്ക് പറയാവുന്നത് എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുടെ പോലെ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരിയാണെന്നുള്ളതാണ്. രാജീവിൻ്റെ എല്ലാം ഒപ്പം ജില്ലാ കമ്മിറ്റിയിലൊക്കെ SFI ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകയാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ളൊരു ബലം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പിതൃ സഹോദരൻ പണ്ട് CV ശ്രീരാമനെയൊക്കെ SFI ചേർക്കാൻ വേണ്ടി കുന്നംകുളത്തൊക്കെ CV ശ്രീരാമൻ ഒരു ടീനേജറായിരുന്നപ്പോൾ ബാലേട്ടനെ SFIൽ ചേർക്കാൻ വേണ്ടി കുന്നംകുളത്ത് വന്ന എൻ്റെ പിതൃ സഹോദരൻ 57 അന്നത്തെ ലോക്സഭയിലെ യങ്ങസ്റ്റ് MP ആയിരുന്നു CPIയുടെ. അന്ന് പാർട്ടി പിളർന്നിട്ടുള്ള TCN മെൻ, അങ്ങനെയൊക്കെ ചില KP അരവിന്ദാക്ഷനും ഒരു ബന്ധുവാണെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ഒരു ഞാൻ സ്വരുക്കൂട്ടിയെടുത്ത ഒരു ഇടതുപക്ഷ അഭിമുഖ്യത്തിൻ്റെ വലിയ, പിന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള മുഴുവനും ഇടതുപക്ഷത്തിനാണെന്ന് അങ്ങനെ ഒരു ഇതുകൂടി പറയാം. ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മുഴുവനും LDFനാണ് വോട്ട് ചെയ്തത്. ആദ്യമായിട്ട് വോട്ട് ചെയ്ത് വളരെ അഭിമാനത്തോടെ ഓർക്ക് TM മുഹമ്മദ് എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിലെ സഖാവിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല മാത്രമല്ല കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എതിർക്കുകയും കുടുംബകലഹത്തോളം എത്തുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഷൂസിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കാല് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം. പ്രത്യേകിച്ച് മുരളീധരൻ മാഷെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാലുവെന്ത മനുഷ്യരുടെ ഒരു അറിയപ്പെടാത്ത മനുഷ്യർ, മുരളീധരൻ മാഷെ പോലെ അറിയപ്പെട്ട മനുഷ്യരല്ല, അറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യരുടെ അവരുടെ ആശയം പ്രതീക്ഷയും എല്ലാമാണ്. അപ്പോൾ അതിനെ നമ്മൾ വേറെ തരത്തിൽ ഒരു വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതാണ്. ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തോട് പുതിയ വിമുഖമാകുന്നതല്ല, എനിക്ക് വിമുഖമാകുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ മാഷ് പറഞ്ഞു, ഈ ഇവിടുത്തെ സഹാക്കന്മാരോടൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, സഹാക്കന്മാർക്ക് അത് എളുപ്പം അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല, കാരണം അവരുടെ കാലിലടിയിലെ മണ്ണിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ പറഞ്ഞു വിമുഖമാകുന്നോ എന്നുള്ളൊരു ചോദ്യം, അതാണല്ലോ ഒരു ടെക്നിക്കാണല്ലോ, വിമുഖമാകുന്നോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഞാൻ 2036 കേരളം ആര് ഭരിക്കുന്നതാണ് ചോദിച്ചു. അപ്പോൾ സഹാക്കന്മാർക്ക് തീർച്ചയായിട്ടും അതിനൊരു പ്രശ്നമുണ്ടാവും. അത് 2046 ആക്കാം, 36 അത്ര പ്രശ്നമില്ലല്ലോ, അത്രയധികം മണ്ണ് പോയിട്ടില്ലല്ലോ, പുതിയ അത്രയും നമ്മുടെ തലമുറയ്ക്ക് വോട്ടിന് താല്പര്യം ഉണ്ടാവുന്നല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ 2046 ആക്കി. സത്യം പറഞ്ഞാൽ സഹാക്കന്മാരുടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഈ ശുഭാപ്തി വിശ്വാസം വിജയിച്ച് കാണാൻ തന്നെയാണ് പേഴ്സണലി വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹം. 2046 56 76 എല്ലാം കേരളം ഭരിക്കാനും ഇന്ത്യ ഭരിക്കാനും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായി വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുപേര് നമ്മൾ ഇതുപോലെ പെസിമിസം പറയാൻ വേണം, എന്നാലേ നിങ്ങളൊക്കെ വളരെ അലർട്ടായിട്ടിരുന്ന് ഇത് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആത്മവിശ്വാസികൾ വിമാനം കണ്ടുപിടിക്കുകയും ശുഭാപ്തി വിശ്വാസികൾ വിമാനം കണ്ടുപിടിക്കുന്നു, അശുഭാപ്തി വിശ്വാസികൾ പാരഷൂട്ട് കണ്ടുപിടിക്കുന്നതാണ് പ്രവചനം. അപ്പോൾ രണ്ടുപേരെയും ലോകത്തിന് വേണം, വിമാനം കണ്ടുപിടിക്കുന്നവരെയും വേണം, പാരഷൂട്ട് കണ്ടുപിടിക്കുന്നവരെയും വേണം. അപ്പോൾ കുറച്ച് അശുഭാപ്തി വിശ്വാസികളാണ്. അപ്പോൾ 2036 കേരളം ആര് ഭരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ആൾക്കാർക്ക് തന്നെ ഭരിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വോട്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ പൊളിറ്റിക്കൽ ആനിമൽസ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നവരധികം പേര്.
നിങ്ങളെപ്പോലുള്ള പൊളിറ്റിക്കൽ അനിമൽസിന് അതിൻ്റെ കാരണങ്ങൾ എല്ലാം അറിയാൻ പറ്റുമായിരിക്കും, ഒരു 100 അറിയാൻ പറ്റുമായിരിക്കും. അപ്പം എന്നെ പോലുള്ള അപ്പൊളിറ്റിക്കൽ അനിമൽസിന് നിങ്ങൾക്കറിയാത്ത 1-2 കാരണങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും. അറിഞ്ഞൂടാ, ഐ എം നോട്ട് വെരി ഷുവർ. എന്നാലും എനിക്കും അങ്ങനെ പറയാം. 1-2 100 അറിയുന്ന ആൾക്കാരെ 2 കൂടി, നിങ്ങൾ ഇതിൽ 24 hours ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. മത്സ്യം വെള്ളത്തിലെന്ന പോലെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അധികം പേര് ഇട്ടിരിക്കുന്ന അധികം പേര് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിലെ 2 കാര്യങ്ങൾ എനിക്കും കൂടി പറഞ്ഞുതരാൻ പറ്റുന്ന അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടി. പിന്നെ ഇവിടെ ഒന്ന് വായിച്ചപ്പോൾ മാഷ് പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്, മഹാരാജ് കോളേജിൽ. അങ്ങനെയൊക്കെ ഒരു കോൺഫറൻസൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, 2036 കേരളം ആര് ഭരിക്കുന്നൊക്കെ തന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ ഇപ്പം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൃത്രിമമായ അശുഭാപ്തി വിശ്വാസമായിരിക്കും. അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും. ചരിത്രം മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണാന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു. അതുപോലെ മോങ്ങാനിരുന്ന ചരിത്രത്തിൻ്റെ തലയിലും എപ്പോഴും തേങ്ങ വീഴും. ചരിത്രം ഇങ്ങനെ മോങ്ങാൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ഒരു തേങ്ങ വീഴും. അതിന് നമ്മളെല്ലാവരും പറയും ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയും. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസായിട്ട് പറയുന്നത് ജർമ്മനി കയറി പോളണ്ടിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 96 ഒരു രസികൻ ഒരു കോയിൻസിഡൻസ്, ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ട്. ഈ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീഴുന്നത് 96 TV ഗോധവർമ്മൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഈ ഇന്ത്യയിലെ വനങ്ങൾ പ്ലൈവുഡ് വ്യവസായത്തിന് വെട്ടനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുപ്രീം കോടതി അത് നിരോധിച്ചു 1996. ഇന്ത്യയിലെ മരങ്ങൾ വെട്ടാൻ പാടില്ല, കാട്ടുമരങ്ങൾ വെട്ടാൻ പാടില്ല. അപ്പോൾ ഈ അന്ന് ഇന്ത്യയിലെ പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആസാമായിരുന്നു. ഇത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ വലിയ പ്ലൈവുഡ് വ്യവസായം പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. അവിടുത്തെ മിഷണറികളൊക്കെ തുരുമ്പിടിച്ചു തുടങ്ങി. ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത അവിടുത്തെ ആൾക്കാർക്ക് പണിയിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ പെരുമ്പാവൂരെല്ലാം പണ്ടേ ചെറിയൊരു പ്ലൈവുഡ് വ്യവസായമുണ്ട്. അപ്പോൾ ഈ മിഷണറികൾ ഇങ്ങോട്ട് വന്നു ഭയങ്കരമായിട്ട്. സെക്കൻഡ് ഹാൻഡ് മിഷണറികൾ ആസാമിൽ നിന്ന് വൻതോതിൽ പെരുമ്പാവൂരിലേക്ക് വന്നു, പെരിയാറിൻ്റെ തീരത്തേക്ക്. അവിടെ ചെറിയ പ്ലൈവുഡ് വ്യവസായമുണ്ട്. ഈ ആൾക്കാരും വന്നു ഇതിൻ്റെ പുറകെ തൊഴിലെടുക്കാനായിട്ട്. കാരണം കേരളത്തിലൊരു അവൈലബിലിറ്റി ഉണ്ട് റബ്ബർ വുഡിൻ്റെ. ഈ കടുംവെട്ട് വെട്ടുന്ന സ്ലോട്ടർ ടാപ്പ് വെട്ടുന്ന റബ്ബർ മരത്തിൻ്റെ വൻതോതിൽ റബ്ബർ മരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പ്ലൈവുഡ് വ്യവസായത്തിന് പ്രശ്നമില്ല ഈ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം. അങ്ങനെ കേരളത്തിൽ കടുംവെട്ട് വെട്ടുന്ന റബ്ബർ മരം തടി ഉപയോഗിച്ചിട്ട് ഈ പ്ലൈവുഡ് വ്യവസായം കേരളത്തിലേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ഭായിമാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളുടെ ഈ ഇൻഫ്ലക്സ്, ഈ ഒഴുക്ക് വരാൻ കാരണത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഒരു മലയാളി തന്നെ സുപ്രീം കോടതി കൊടുത്തു. ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. മരംവെട്ട് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മലയാളിയായ ഗോദവർമ്മൻ നമ്പൂതിരിപ്പാട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തതാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഭായിമാരെയും കേരളത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു തുടക്കം. പക്ഷെ അതല്ല കേട്ടോ, നായ മോങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷെ തേങ്ങ വീണെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് കോസ് ആയിരുന്നു അത്. കേരളത്തിൽ നമ്മൾ മടിയന്മാർ മേലനങ്ങാത്ത എന്താ പറയുക റെഡിയായിട്ടിരിക്കുകയായിരുന്നു പണിയെടുക്കാണ്ടിരിക്കാനായിട്ട്. നമ്മൾ ബ്ലൂ കോളർ ജോലി നമ്മൾ ചെയ്യില്ല എന്ന് നമ്മൾ റെഡിയായിട്ടിരിക്കുമ്പോഴായിരുന്നു ഗോദവർമ്മൻ സാറ് പോയിട്ട് കേസ് കൊടുത്തതും അത് അവിടുത്തെ ഫ്ലൈവുഡൊക്കെ വന്നു. അങ്ങനെയാണ് അത്. അപ്പം ഇമ്മീഡിയറ്റ് കോസ് മാത്രമേ ആവുന്നുള്ളൂ ചരിത്രം. എല്ലാ ചരിത്ര സംഭവങ്ങളും അങ്ങനെയാണ്. അത് പക്വമായിട്ടുണ്ടാവും. ഈ സംഭവം ഉണ്ടാവാനായിട്ട് പക്വമായിരിക്കുമ്പോഴാണ് ഈ തേങ്ങ വീഴുന്നത്. അതുപോലെ 1996 ഇതുപോലൊരു ഇമ്മീഡിയറ്റ് കോസ് വേണമെങ്കിൽ പറയാം. നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു സ്കൂളിൽ കേരള ഹൈക്കോടതി സ്കൂളുകളിലെ രാഷ്ട്രീയം, ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ SFIയിലും കേസിലൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇവർ സമരം നടത്തുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയിരുന്നു. നമുക്ക് നേരത്തെ വീട്ടിൽ പോകാമല്ലോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് സ്കൂളിലെ രാഷ്ട്രീയം നിരോധിച്ചത് 1996 ഈ ഗോദവർമ്മ നമ്പൂതിരിപ്പാട് തിരുവൽപ്പാട് കേസ് കൊടുത്ത ആ 96 തന്നെയാണ് കേരളത്തിലെ ഈ സ്കൂളുകളിലെ രാഷ്ട്രീയം നിരോധിച്ചു. പിന്നെ 2017 ക്യാമ്പസുകൾ നിരോധിച്ചു. അപ്പോൾ അത് പൂർണ്ണതോതിൽ നിരോധനമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ അരാഷ്ട്രീയതയിലേക്കുള്ള ഒരു വലിയ ഒരു ഷിഫ്റ്റിന് അതൊരു ഈ തേങ്ങ വീഴലായിരുന്നു. ഈ പറഞ്ഞ 2 നമ്മുടെ സുപ്രീം അതിൻ്റെ പുറകെ ഈ കോടതി വിധിയുടെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക ശരിക്കും പിൽക്കാലത്ത് ജേർണലിസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പ്രസംഗിച്ച സഹാക്കമ്മൊക്കെ പറഞ്ഞ പോലെ ഒരു വിചിത്രമായ ദശാസന്ധിയിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ ദശാസന്ധി, ഒരു വലിയ ജംഗ്ഷൻ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ വലതുപക്ഷവൽക്കരണം
തുടങ്ങുന്നത് അടിയന്തരാവസ്ഥ കൂടെയാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഭയങ്കരമായിട്ട് ഫാർ റൈറ്റിലേക്കുള്ള അതിൻ്റെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ഈ ഇമ്മീഡിയറ്റ് കോസ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് അടിയന്തരാവസ്ഥ പോലെ തന്നെ ഓർക്കാവുന്ന ഒരു വലിയ സംഭവമുണ്ട്, വിമോചന സമരം. അപ്പോൾ കേരളം ഇന്ത്യയൊക്കെ വളരെ മുമ്പിലാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിമോചന സമരം 59 സംഭവിച്ച പോലെ ഇന്ത്യ നമ്മുടെ വളരെ പുറകിലാണ്. അപ്പോൾ 70കളിൽ ആണ് ഇന്ത്യ ഇതിനെ ഫേസ് ടു ഫേസ് നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു വലിയ ചരിത്ര സന്ധി. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തോന്നുന്നത് വിമോചന സമരവും അടിയന്തരാവസ്ഥയും ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും വിമോചന സമരവും അടിയന്തരാവസ്ഥയും കൂടി മിക്സായിട്ടുള്ള തരത്തിലുള്ള ഒരു ചെറിയൊരു അന്തരീക്ഷം പോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിമോചന സമരം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഫാബ്രിക്കിൽ എന്നേക്കുമായി സാമുദായിക ശക്തികൾ പിടിമുറുക്കാൻ, സാമുദായിക ശക്തികളും വലതുപക്ഷ ശക്തികളും പിടിമുറുക്കാൻ ഇടയുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ഇരുണ്ട യുഗത്തിൻ്റെ തുടക്കം. പിന്നെ അത് നമ്മൾ കുറേ മുൻപോട്ടൊക്കെ പോയെങ്കിലും കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പുറകോട്ടടിച്ച ഒരു സംഭവമാണ് ഈ വിമോചന സമരം. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യ നമ്മുടെ പുറകിലായിരുന്നെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സജസ്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ മുമ്പായിട്ട് പറഞ്ഞൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇടവക തട്ടകം മകൽ എന്നുകൊണ്ട് ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു മാതൃഭൂമി ആഴ്ചവെപ്പിൽ 5-6 കൊല്ലം മുമ്പ്. അത് കവിതയല്ല, ശരിക്കും ഉപന്യാസം എഴുതാനുള്ള മടി കൊണ്ട് ഒരു പേജിൽ ഒതുക്കി മാത്രമേ ഉള്ളൂ. ഇടവക തട്ടകം മകൽ കേരളത്തിനെ പഞ്ചായത്തുകളോ നിയോജക മണ്ഡലങ്ങളോ ആയിട്ടൊന്നുമല്ല വേർതിരിച്ചിരിക്കുന്നത്. കേരളം കുറേ ഇടവകകളും കുറേ SNDP യോഗങ്ങളും കുറേ NSS കരയോഗങ്ങളും കുറേ മഹല്ലുകളും തന്നെ 6 തരമുണ്ട്, 5-6 പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വിഭജിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കേരളം ഭരിക്കപ്പെടുന്നതെന്നുള്ള ഒരു പ്രതിലോഭകരമായ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനത്തിനൊക്കെ വലിയ ഒരു എന്താ പറയുക ഡിഫെൻസീവായി പോകുന്നുള്ളൊരു സംഭവം കൊണ്ടാണ്. പിന്നെ അതിനെപ്പറ്റി എങ്കിൽ പോലും ഞാനീ പറഞ്ഞ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ ടോപ്പിക്കിൻ്റെ പശ്ചാത്തലം അതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ പുതിയ തലമുറ ആരുമില്ല ഇവിടെ. ഒറ്റൊരു മരുന്നിന് പോലും ഒരു ന്യൂജന പ്രതിനിധി ഇവിടെ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇവിടെ ഇന്ന് നമ്മൾ ഗീർവാണം പറയാൻ പോകണം എല്ലാവരെക്കാളും കൂടുതൽ വിവരം അവർക്കുണ്ടെന്ന് അവർക്കറിയാം. ഇറ്റ്സ് എ ഫാക്ട്. അതുകൊണ്ടാണ് ഇവർ ഈ വൈകുന്നേരം വിലപ്പെട്ട സമയമൊന്നും ഇവിടെ വന്നിരിക്കാൻ. നമ്മളെക്കാളും, ഞാൻ ഒരു ജോക്കായിട്ട് പറഞ്ഞതല്ല, സീരിയസ്ലി അവർക്ക് എല്ലാ കാര്യങ്ങൾ കൊണ്ടും അറിയാം. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഇതിന് കണക്കുകൾ തന്നെയുണ്ട്. അതായത് 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ആ 2024 തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്ക് പറയാവുന്ന ഇതിനോട് ബന്ധപ്പെട്ട്. 2024 ഇപ്പം മോദി 3ാമത്തെ തവണ വന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിലെ 18 വയസ്സ് തികഞ്ഞവരിൽ 38% പേര് മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ട കണക്കാണ് 2024. അത് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കണക്കാണ്. അത് നിങ്ങൾ ഓർത്താൽ ഞെട്ടേണ്ട ഒരു കണക്കാണ്. 2024 അന്ന് 18 വയസ്സ് തികഞ്ഞ ആൾക്കാരിൽ അന്നത്തെ 38% പേര് മാത്രമാണ് നമ്മുടെ വോട്ടേഴ്സ്. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഫിഗറാണ്. ഇന്ത്യയിലെ മൊത്തത്തിൽ, കേരളത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും. 38% പേര് മാത്രമാണ് ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. അപ്പോൾ തന്നെ ട്രെൻഡ് വളരെ സിമ്പിളായിട്ട് കണക്കാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. കണക്കിങ്ങനെ മുഖത്ത് വന്ന് മുട്ടുകയാണ്. 2026 തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കിഴവന്മാരും അമ്മാവൻ സെൻട്രോങ്കാരും ഒക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് കേരളത്തിലും സംസ്ഥാനത്തും ജയിക്കാൻ പോകണമെന്ന് അർത്ഥം. അതായത് നമ്മുടെ ഈ 38% പേര് മാത്രമേ വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളെയൊക്കെ ഈ എന്താ പറയുക അമ്മാവൻ സെൻട്രോങ്കാരും പിന്നെ വേറെന്തൊരു തന്തവൈപ്പന്മാരുടെയും പ്രതിനിധികളാണ് ജനിക്കാൻ പോണത്. അപ്പം നമ്മൾ ഇത് 70 വയസ്സായ 75 വയസ്സായ ആൾക്കാരൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയും. ഇതിപ്പോൾ ഞാനും പേഴ്സണലായിട്ട് ഉദ്ദേശമല്ല, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആവാൻ പോണത് നമ്മളുടെ ഈ പ്രായം ചെന്ന ആൾക്കാരുടെ ആയിരിക്കും. ഞാനൊക്കെ ആയിരിക്കും വില ചെറുപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 58 വയസ്സായി. അപ്പോൾ നമ്മളെക്കാളും അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ ഇതിൻ്റെ വേറൊരു 2024 തന്നെ കേരളത്തിലെ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ എൻ്റെ മനോരമയിലെ കോളത്തിൽ ടാറ്റു ടൈംസ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാരില്ലാതാകുന്ന തെക്കൻ കേരളം എന്ന് പറഞ്ഞിട്ട്. അതിൽ തെക്കൻ കേരളത്തിലൊരു സംഭവമുണ്ട്. ഒരു അടുത്ത കാലത്ത് വന്നൊരു വലിയ ഫൈൻഡിങ് ആണ്. തെക്കൻ കേരളത്തിലെ 6 ജില്ലകളിൽ നെഗറ്റീവ് പോപ്പുലേഷൻ റേറ്റ് ആണ്. അത് ഭയങ്കര ഷോക്കിംഗ് ന്യൂസാണ്. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ നോക്കിക്കഴിയുമ്പോൾ എത്രയോ ജില്ലകളുണ്ട്. എത്രയോ ജില്ലകളിൽ 49 മറ്റോ ജില്ലകളിൽ, എക്സാക്ട് ഫിഗർ ഞാൻ പറഞ്ഞുപോയി, 49 ജില്ലകളിൽ മാത്രം നെഗറ്റീവ് ക്രോസ് റേറ്റ് ആണ്. അതായത് ഒരു പെണ്ണിന് 2.1 കുഞ്ഞുങ്ങൾ വേണം.
അപ്പോഴാണ് പോപ്പുലേഷൻ എന്താ പറയുക, ചത്തവർ ഇപ്പുറത്ത് ചത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പോപ്പുലേഷൻ മേക്കപ്പ് ചെയ്യുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള അതിന് ഒരു 2.1 എന്നാണ് ആ റേഷ്യോയ്ക്ക് പറയുന്നത്. ഒരു പെണ്ണ് ചത്തു പോകുമ്പോഴേക്കും 2.1 കുട്ടികളെ ആവറേജ് ഉണ്ടായി പറയുന്നത്. അപ്പോൾ അത് 2.1 പേടിക്കണ്ട, 2.1 കുട്ടികളെ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ മരണത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിന് ഇപ്പുറത്ത് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കാൻ പറ്റും. ഈ ഇന്ത്യയിലെ എത്രയോ ഒരു 40-50 ജില്ലകളിൽ ഇത് കുറഞ്ഞു. അതൊരു വലിയ ഇന്ത്യയിലത്തെ നമ്മുടെ ഇന്ത്യയിലത്തെ ഇത് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയാണ്, കാമമൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര അഗ്രികൾച്ചർ റെവല്യൂഷൻ കൊണ്ട് ഗോതമ്പൊക്കെ എക്സസ്സാണ്, തിന്നാൻ പാലൊക്കെ ഭയങ്കര എക്സസ്സായി. ചിക്കൻ ആണെങ്കിൽ ഏകപക്ഷീയമായിട്ട് നമ്മുടെ ദേശീയ പക്ഷിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ അൽഫാം, ആമസോൺ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, പിള്ളേരൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തീറ്റയും ട്രോപ്പിക്കലൊക്കെ ആകുമ്പോൾ ജനസംഖ്യ കൂടുകയാണ് വേണ്ടത്. പക്ഷേ കേരളത്തിലെ 6 ജില്ലകളിൽ, സൗത്ത് ജില്ലയാണ് ഇവിടെ അധികം തൃശ്ശൂർക്കാരായിരിക്കുമല്ലോ, തൃശ്ശൂർക്കാർക്ക് പേടിക്കണ്ട. കേരളത്തിലെ 6 ജില്ലകളിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഇടിവാണ്, എല്ലാ ജില്ലകളിലും. അപ്പോൾ ഈ 2024 തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ 3 പേരും വരത്തന്മാരായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ, പിന്നെ നമ്മുടെ പാലക്കാട്ടുകാരൻ ശശി തരൂർ, പിന്നെ കണ്ണൂക്കാരൻ ആരായിരുന്നു, പന്ന്യൻ രവീന്ദ്രൻ, പന്ന്യൻ സഹകാരൻ. അപ്പം ഒന്ന് ആലോചിച്ചോളൂ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ 3 മുന്നണികൾക്കും ആളെ ഇറക്കേണ്ടി വന്നു ഇലക്ഷൻ നിർത്താനായിട്ട്. അപ്പം നമ്മൾ മലയാളികൾ ഒരിക്കലും കുടിയേറ്റത്തിനെ എതിർക്കാൻ പാടില്ല. കാരണം നമ്മൾ പണ്ട് പോയിട്ട് സിംഗപ്പൂരൊക്കെ കുടിയേറിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്, ദേവൻ നായർ എന്നുള്ള ആൾ തലശ്ശേരിയിൽ നിന്ന് കുടിയേറിയിട്ട് സിംഗപ്പൂർ. അപ്പം നമ്മൾ ആര് കുടിയേറ്റത്തെ എതിർത്താലും മലയാളികൾ കുടിയേറ്റത്തെ എതിർക്കാൻ പാടില്ല. ഞാൻ 12 വർഷം ദുബായിൽ ജീവിച്ചാണ്, അപ്പം നമ്മൾ എതിർക്കാൻ പാടില്ല. ഇല്ല, അവിടെ നിന്ന് തൃക്കണാമലയിലും ജാപ്പാണത്തും റങ്കൂണിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ നാട്ടിൻപുറത്തൊക്കെ റങ്കൂൺ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പേരിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, മരിച്ചിട്ട് പോലും ഇല്ല അവർ. അപ്പോൾ പക്ഷെ തിരുവനന്തപുരം നമ്മൾ ഇതിൻ്റെ ഫിഗർ വന്നത് 2024 ഇലക്ഷൻ വന്നപ്പോൾ അതിനുശേഷമാണ് ഈ ഫിഗർ വന്നത്. അതായത് ഈ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ ഈ തെക്കൻ കേരളത്തിൽ ഇപ്പം നോക്കിയാൽ നിങ്ങൾ മനസ്സിലൊന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു പാർട്ടിക്കും പണ്ടത്തേക്ക് മികവുള്ളൊരു നേതാക്കന്മാരില്ല. പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ മരിച്ചുപോയി അന്നത്തെ. ഇപ്പോൾ KM മാണി മരിച്ചു, VS അടുത്തിര മരിച്ചു, ഉമ്മൻചാണ്ടി മരിച്ചു, പിന്നെ വയലാർ രവി മേക്കാനെ പോലുള്ളവരൊക്കെ നിഷ്ക്രിയരായി, ബാലകൃഷ്ണപിള്ള മരിച്ചു. വലിയ നേതാക്കന്മാരൊക്കെ മരിക്കുകയോ അവർ പ്രായം ചെന്നിട്ട് നിഷ്ക്രിയരാകുകയും അവർക്ക് ആക്റ്റീവ് അല്ലാണ്ടാവാൻ പറ്റും. ഒരു പാർട്ടിയിലും ഒരു സമുദായത്തിൽ ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടവക തട്ടകന്മാരുടെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ സമുദായത്തിലും ആൾക്കാരിലുണ്ടായി തുടങ്ങി. അതിന് പല കാരണങ്ങളുണ്ട് ഇങ്ങനെ ഈ ഇല്ലാതായിപ്പോൾ തന്നെ. അപ്പം അതാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കോട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ അതങ്ങനെ ഒരുമിച്ച് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ഒരു കാരണങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ച് ഞാനിങ്ങനെ ചാർട്ട് ഡൗൺ ചെയ്യാൻ വിചാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട 2 കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അത് സമയക്കുറവുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. ഒന്ന്, ആഗോള തലത്തിൽ തന്നെയുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ വലതുപക്ഷവൽക്കരണം ഉണ്ടായിരുന്നു. ഈ ലോകത്തെമ്പാടുമുള്ളൊരു വലതുപക്ഷവൽക്കരണമാണ് ശരിക്ക് ഈ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിൽ, ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ കോമണാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മക്കളോ മരുമക്കളോ അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ചോദിച്ചാൽ പറ്റും. അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ല. ഏറ്റവും ഒരേ ഒരു 5 വർഷം കൂടുമ്പോഴുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, വേറെ ഒന്നും അവരോട് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ വോട്ട് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ല, വേറെ എന്തിനും സമയം കളയാൻ താല്പര്യമുണ്ട്. വോട്ട് ചെയ്യാൻ, അപ്പം ഞാനത് എൻ്റെ ഈ ഇതിനെപ്പറ്റി എഴുതിയപ്പോൾ തന്നെ നമ്മുടെ ചിഹ്നം ഇയർഫോൺ എന്നാണ്. എൻ്റെ ഈ ടാറ്റു ടൈംസിൻ്റെ ലേഖനമായിരുന്നു. അവരൊരു ഇയർഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ അവർ അടച്ചിടുകയാണ്. അപ്പോൾ അവരുടെ ചിഹ്നം ഇയർഫോണാണ്, പുതിയ തലമുറയുടെ ഇയർഫോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ അമ്മയോ അപ്പച്ചനോ എന്തെങ്കിലും വെള്ളം ചോദിച്ചാൽ അവിടെ ചത്തു വീണാലും ഇത് ഇയർഫോൺ വെച്ചിട്ടുള്ള കാരണം ഇത് അറിയാൻ പറ്റില്ല. അതൊരു ഭയങ്കര, പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ ഇവർ പൊളിറ്റിക്കലാണ് ഭയങ്കരമായിട്ട് ഈ പുതിയ പിള്ളേർ. പക്ഷേ നിങ്ങളുടെ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ, ഇലക്ഷൻ രാഷ്ട്രീയത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് കുറേ സംഭവങ്ങൾ ഞാൻ ചാർട്ട് ഡൗൺ ചെയ്യാൻ നേരത്ത് വലതുപക്ഷവൽക്കരണം ലോകത്തെമ്പാടുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലായാലും. അതായത് ഇപ്പം അതിന് അമേരിക്കയിൽ പറയുന്ന പേര് ബ്രോഡിഗാർക്കി എന്നാണ്, ചേട്ടന്മാരുടെ ഭരണം എന്ന് വേണമെങ്കിൽ പറയും. ബ്രോസ് നമ്മളിപ്പോൾ എന്നെയൊക്കെ മോള് ബ്രോ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ വൈഫിനെയും മോള് ബ്രോ എന്നാണ് വിളിക്കുന്നത്. ബ്രോ എന്താ ബ്രോ, നിങ്ങളുടെയൊക്കെ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം, ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വേറൊരു സംഭവമാണ് ഈ ബ്രോഡിഗാർക്കി എന്ന് പറഞ്ഞാൽ. അമേരിക്കയിലെ
ഒരു 5-6 അണ്ണന്മാരാണ് ഭരിക്കുന്നത് ഇപ്പോൾ എന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് ഈ ബ്രോഡിഗാർക്കി എന്ന് പറഞ്ഞാൽ. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കയ്യിൽ അധികാരം വന്ന് എടുക്കുക. ബ്രോ എന്ന് പറഞ്ഞാൽ ഈ ബ്രോസ് നിങ്ങൾ പറഞ്ഞ ബ്രോഡിഗാർക്കി ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടായിരിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ വെബിനിവേശം എന്നൊക്കെ ഉണ്ടാക്കിയ പോലെ ബ്രോഡിഗാർക്കി എന്നൊരു വാക്ക്. ഇപ്പോൾ ഈ അമേരിക്കയിലെ ഈ നമ്മുടെ ഈ നിങ്ങൾ വെറുതെ ലീഡിങ് ബ്രോഡിഗാർക്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റൊക്കെ വരും. ബിൽ ഗേറ്റ്സ് ആണ് നമ്പർ 1 ബ്രോഡിഗാർക്ക്, ജെഫ് ബെസോസ് ആമസോണിൻ്റെ, പിന്നെ നമ്മുടെ സക്കർബർഗ് പഞ്ചസാര മല എന്നർത്ഥം. ഈ സക്കർ എന്ന് പറഞ്ഞാൽ ശർക്കര, ജർമ്മൻ ഭാഷയിലും പഞ്ചസാര എന്ന് തന്നെ അർത്ഥം. ശർക്കർ നമ്മുടെ ശർക്കര തന്നെയാണ് സക്കർബർഗ്. ഈ ഫേസ്ബുക്കിലെ ആൾക്കാർ പഞ്ചാര അടിക്കുന്ന ഉപയോഗിക്കുന്നതിന് വെറുതെ അല്ല, എൻ്റെ ഈ ഒറിജിൻ തന്നെ ഈ സക്കർബർഗാണ്. അതുപോലെ ലാറി പേജ് ഗൂഗിളിൻ്റെ ഫൗണ്ടർ, പിന്നെ ഒറക്കിളിൻ്റെ ലാറി എല്ലിസൺ, ഇവരാണിപ്പോൾ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് പഠിച്ച് എന്നെ ഇത് പറഞ്ഞു തന്ന ആളോട് ഞാൻ ചോദിച്ചു, നമ്മളിവിടെ അദാനിയും അംബാനിയൊക്കെയാണോ ഇന്ത്യയിലത്തെ ബ്രോഡിഗാർക്സ് എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അവരുടെ ഇപ്പോൾ നമ്മുടെ ലോകത്തിപ്പോൾ അവർ ഈ ലോകം ഇപ്പോൾ കേച്ചേരിയും വേലൂരും എറണാകുളം തൃശ്ശൂരൊക്കെ എന്നത്തെക്കാളും ലോകത്തിൻ്റെ അടിപ്പെട്ടു പോയത് ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ജീവിതത്തിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊന്നും ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഈ അംബാനി അഡാനി ഈ മോദിയുടെ ആൾക്കാരൊന്നും ഒന്നുമല്ല. നമ്മളെയും ഇവർ ഈ ഭരിക്കുന്നത് ഈ അമേരിക്കയിലെ ബ്രോഡിഗാർക്സാണ് വലിയൊരളവ് വരെ. അപ്പോൾ അവർ നിശ്ചയിക്കും എപ്പോൾ യുദ്ധം വരണം, എപ്പോൾ തെരഞ്ഞെടുപ്പ് വരണം, ഇന്ത്യയിൽ ആര് ജയിക്കണം, കേൾക്കാത്ത ഏതോ കൊച്ചു രാജ്യത്തിൽ അവിടെ ആരെന്ന് ജയിക്കണം, കോട്ടിമലയിൽ ആര് പ്രധാനമന്ത്രിയാണോ, ആര് ഡിഫൻസ് മിനിസ്റ്ററാണോ, എല്ലാം ഇവർ നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ നമ്മളെക്കാളും ക്ലിയറായിട്ടും എളുപ്പത്തിലും നേരത്തെയും മനസ്സിലാവും. ഈ ഇരിക്കുന്ന രാഷ്ട്രീയ അണ്ണന്മാരൊന്നും അല്ല ഭരിക്കാൻ പോകുന്നത്. ഇത് ഭരിക്കുന്നത് വേറെ വളരെ പണ്ടത്തെ പാട്രിയാർക്കൽ ഭാഷയെ പറഞ്ഞാൽ ഭരിക്കുന്നത് വേറെ ആൺകുട്ടികളാണെന്ന് അതങ്ങനെ പറയാൻ പാടില്ലാത്താണെങ്കിലും. അപ്പോൾ അതാണ് അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് CPIM-നൊക്കെ കുറച്ച് ഒരു പ്രശ്നമുള്ളൊരു പോയിന്റാണ്. അതായത് ഈ നമ്മുടെ ഈ പുതിയ തലമുറ വിമുഖമാകുന്നൊരു പ്രധാന കാരണം വെച്ചാൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഭരണത്തിലും രാഷ്ട്രീയത്തിലും. ഇന്ത്യ ഇപ്പോൾ അതായത് വളരെ വിചിത്രമായി പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തേക്കും ഈ ജനാധിപത്യം കയറ്റി അയക്കാൻ ഇരിക്കുന്ന രാജ്യമാണ് ഈ USA. ഇറാഖിലേക്ക് കയറ്റി അയക്കുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവർ ജനാധിപത്യം കയറ്റി അയക്കുന്നു. പക്ഷേ നമ്മളും വലിയ അമേരിക്ക പോലെ വലിയ അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചാൽ കേരളം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളും ഇന്ത്യയിലെ പിന്നോക്ക സംസ്ഥാനങ്ങളെല്ലായിടത്തും ഈ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പെണ്ണുങ്ങളായിട്ടുണ്ട്. പക്ഷെ കേരളത്തിലും അമേരിക്കയിലും മാത്രം നമ്മൾ ഭയങ്കര ബായ് ആണ് ആ കാര്യത്തിൽ. കേരളത്തിലും അമേരിക്കയിലും മാത്രം ഇതുവരെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പെണ്ണുങ്ങളായിട്ടില്ല. അത് ഭയങ്കര ഇപ്പം ഈ കമല ഹാരിസ് തോക്കാൻ തന്നെ കാരണം പെണ്ണായി എന്നാണ് പറയുന്നത്. കമല ഹാരിസ് തോറ്റതിൻ്റെ മേജർ കാരണം അവർ പെണ്ണായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ലോകത്തിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2019 CPM ആരിഫ് ജയിച്ചു. ഒരു CPM-ൻ്റെ ഒരു ആളെ ജയിച്ചിട്ടുണ്ടല്ലോ, ആരിഫ്. അവിടെ അദ്ദേഹം തോൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. അവർ തട്ടോട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോയേനെ, അല്ലെങ്കിൽ ഒരു ആണായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെയും ജയിച്ചു പോനെ, പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തവണയും 2024 കോയിൻസിഡൻസ് ആണ്, യാദൃച്ഛികമാണ്. 2024 സഖാവ് രാധാകൃഷ്ണൻ തോൽപ്പിച്ചതും ഒരു വനിതയാണ്. അപ്പോൾ ഈ വനിതാ വിരോധത്തിന് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തെക്കാൾ മുമ്പിലായിട്ട് നിൽക്കുന്നത് UDF ആണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു വനിത നിർത്തിയാൽ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യില്ല, അപ്പോൾ തോൽപ്പിച്ചോളയും. അപ്പോൾ പിന്നെ നാച്ചുറലി ഇവരും തോൽപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിലാണ് കേരളത്തിലെ ഇടതുപക്ഷം എനിക്ക് സംശയമുള്ളൂ. കാരണം കേരളത്തിലെ വലതുപക്ഷം അതിഭീകരമായ വിധത്തിൽ സ്ത്രീ വിരോധമാണ്. അപ്പോൾ കുറച്ചെങ്കിലും സ്ത്രീ വിരോധം കാണിക്കാതെ ഇടതുപക്ഷം നിൽക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഫോഴ്സസ് എന്നല്ല ഇതിന് പറയണേ, ഇത് മാർക്കറ്റാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ചന്തയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ആയിരിക്കും. അപ്പോൾ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ടെൻഷൻ. അതായത് 94 ഏക്കറാണ് ശബരിമല. കേരളം എന്ന് പറഞ്ഞാൽ 96 ലക്ഷം ഏക്കറാണ്. 94 ഏക്കറിൽ ഒരു പെണ്ണിനെ കയറ്റാൻ പറ്റുമെന്നാണ് ആലോചിക്കണം. 96 ലക്ഷത്തിൽ ഒരു പെണ്ണിനെ കയറ്റുന്ന കാര്യം പറയുന്നില്ല, അതിനുള്ള ഗട്സില്ല. അപ്പോൾ നമ്മൾ നന്ദിനി സത്പതി ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ സംസ്ഥാനമാണ് ഈ ഒറീസ എന്ന് പറയുന്നത്. ഇവർ വലിയ കഥാകൃത്തൊക്കെ ആയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിൽ ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ ഇവരുടെ കഥ വായിച്ചിട്ടുണ്ട്. ഗംഭീരം കഥകളായിരുന്നു. എനിക്ക് തോന്നുന്നു MT-കളൊക്കെ എനിക്ക് വലിയ പ്രിയപ്പെട്ടായിട്ട് തോന്നി. നന്ദിനി സത്പതി അവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ വലം കൈയായിരുന്നു. എന്നിട്ട് പിന്നെ ജഗജീവൻ റാമിൻ്റെയും ബഹുണയുടെ ഒപ്പം പുറത്തു പോയിട്ട് CFD ഉണ്ടാക്കി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവരവിടെ അതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രി വരുമെന്ന്. അപ്പോൾ വനിതയെ എന്തോ പൊസിഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാനത് മൈക്കിൽ കൂടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത്
കേരള നവോത്ഥാനം, നമ്മൾ ഈ പറയുന്ന സോക്കാൾഡ് വലിയ നവോത്ഥാനം എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ പുറത്ത് നിർത്തി, അല്ലെങ്കിൽ അകത്തെവിടെയോ നിർത്തി. ഒന്നുമില്ല, ഈ പെണ്ണുങ്ങളെ പുറത്ത് നിർത്തി കേരള നവോത്ഥാനം. അത് വെച്ചാൽ പ്രധാനമായിട്ടും പാട്രിയാർക്കലായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയാണ് കേരള നവോത്ഥാനത്തിൻ്റെ കൊടി പിടിച്ചത്. അപ്പോൾ ഇവർ ശത്രുക്കളാണെങ്കിലും കമ്മ്യൂണിസവും ക്രിസ്ത്യാനിറ്റിയും കണ്ടാൽ അപ്പം കുരച്ച് ചാടുമെങ്കിലും ഈ കമ്മ്യൂണിസം വന്നത് തന്നെ ഈ ക്രിസ്ത്യാനിറ്റി ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടാണല്ലോ. അപ്പോൾ എന്തൊക്കെ അടിച്ചു പിടിച്ച് കടിച്ച് കുരച്ചാലും ഒരു പാരസ്പര്യമുണ്ട്, ഒരു അന്തർധാര സജീവമാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഒരു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത് സന്യാസം കൊണ്ടുവന്നാണ്. ശ്രീനാരായണ ഗുരു സന്യാസമൊക്കെ ഒരു ചെറിയ കാലമല്ല. ഇവിടെ തന്തയെ കൊണ്ടുവന്നത് ഈ മിഷണറിമാരാണ്. തന്ത ഉണ്ടായിരുന്നില്ല ഇവിടെ. കക്കൂസ് എന്ന് പറഞ്ഞ വാക്ക് ഡച്ചിൽ നിന്ന് വന്ന, കക്കൂസ് ഉണ്ടായിരുന്നില്ല ഇവിടെ. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഈ കണ്ടാണിശ്ശേരിയിലൊക്കെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോൾ എറണാകുളം ഭാഷ പറഞ്ഞാൽ ഇരുട്ടുവാക്കിന് വെള്ളമൊക്കെ ആയിട്ട് ടോയ്ലറ്റിൽ പോയിരുന്നു. അപ്പോൾ ഈ കക്കൂസ് പോലും വന്നത് ഈ മിഷണറിമാർ വന്നതിന് ശേഷം. അതുപോലെ ഇംഗ്ലീഷ് വന്നിട്ടാണ്. അപ്പോൾ അവരുടെ എല്ലാം ജനാധിപത്യം വന്നതും. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും വലിയ ജോക്കായിട്ട് എനിക്ക് തോന്നാറുള്ളത് 226 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ 2ആയി വിഭജിച്ചു എന്ന് ഞാൻ ജീവിതത്തിൽ കേട്ടുള്ള ഏറ്റവും വലിയ ജോക്കാണത്. 226 നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യയെ ബ്രിട്ടീഷുകാർ 2ആയി വിഭജിച്ചു എന്ന്. ബ്രിട്ടീഷുകാർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞതൊന്നുമല്ല, സന്യാസമൊന്നുമല്ല, ഈ പറഞ്ഞ തന്തയെ കുടുംബം കൊണ്ടുവന്നു. കേരളത്തിൽ കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻസെസ്റ്റൊക്കെ വളരെ കോമൺ ആയിരുന്നു. അതുകൊണ്ട് ഇൻസെസ്റ്റിന് മലയാളം വാക്കില്ല. ഭയങ്കര കോമൺ ആയിരുന്നതുകൊണ്ട് അതിനും മലയാളം വാക്കില്ല. സിംഗിൾ പാരന്റിന് മലയാളം വാക്കില്ല. കാരണം ഇവിടെ മുഴുവൻ സിംഗിൾ പാരന്റ്സ് ആയിരുന്നു. എല്ലാവരും മേജർ സിംഗിൾ പാരന്റ്സ് ആയിരിക്കുമ്പോൾ അതിന് വാക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഭയങ്കര ഒരു പാട്രിയാർക്കൽ സ്വഭാവമുണ്ട്. ഇടതുപക്ഷം അത് സംശീകരിച്ചതാണ്. കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ മേജർ 2 ഫോഴ്സസ് ക്രിസ്ത്യാനിറ്റിയും, ഞാൻ പറഞ്ഞ കേരളത്തിൽ കാലുകുത്തിയിട്ടില്ലാത്ത 2 ജൂതന്മാരാണ് കേരളത്തിനെ മാറ്റിമറിച്ചത്, യേശുക്രിസ്തുവും കാർൽ മാർക്സും. ഇവർ രണ്ടുപേരും പക്ഷേ ഈ പാട്രിയാർക്കലായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ കേരളത്തിൻ്റെ മൂന്നാമത്തെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗൾഫ് മലയാളിയാണ്. ഗൾഫ് മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ ഞങ്ങളൊക്കെ ജീവിച്ചത് ഭൂരിപക്ഷം പേരും ഇൻ ദ ആബ്സെൻസ് ഓഫ് ദെയർ, ലീല ഗുലാത്തിയുടെ പുസ്തകമുണ്ട്, പെണ്ണുങ്ങൾ കുടുംബക്കാരും എടുത്തില്ല. അതുകൊണ്ട് സാഹിത്യം തന്നെ, ഗൾഫ് സാഹിത്യം എന്താ ഉണ്ടാവുന്നത്, രാജനൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഗൾഫ് സാഹിത്യം ഉണ്ടാകുന്ന വെച്ചാൽ ഗൾഫ് സാഹിത്യത്തിന് ഉണ്ടാവണമെങ്കിൽ അവിടെ അതിനുള്ള സന്ദർഭങ്ങൾ സ്ത്രീകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു ജീവിത നാടക സന്ദർഭങ്ങൾ വരണമെങ്കിൽ ആണും പെണ്ണും വേണമല്ലോ. അതുകൊണ്ടാണ് ഈ ആടുജീവിതം പോലെയുള്ള കൃതികളൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ അമ്മയുടെ ഈ നമ്മൾ ഗർഭപാത്രം ബയോപ്സിക്ക് കൊണ്ടുപോകുന്ന പറുദീസ നഷ്ടം എന്ന് പറഞ്ഞാൽ അതൊന്നും ഗൾഫിൽ സംഭവിക്കില്ല. കാരണം നമ്മുടെ അമ്മയുടെ ബയോപ്സി നമ്മൾ ഒരിക്കലും ഗൾഫിൽ നടത്തില്ല. അമ്മയൊക്കെ ഇവിടെയാണ്. ഈ കണ്ട ആണുങ്ങൾ മുഴുവനും ലേബറേഴ്സായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു ഗൾഫ് വിഡോസ് എന്ന് തന്നെ പറയാം. ഗോൾഫ് വിഡോസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. 24 hours ഗോൾഫ് കളിക്കുന്നതുകൊണ്ട് ഭാര്യമാരെ ആരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് വന്നിട്ടുള്ള പ്രയോഗമാണ് ഗോൾഫ് വിഡോസ്. അതൊക്കെ എത്ര ചെല്ലിപ്പോൾ ഈ ശ്രീനാരായണ ഗുരു സന്യാസം പറഞ്ഞ പോലെയാണ് ഗോൾഫ് വിഡോസ്. കുറച്ചേ ഉണ്ടാവുള്ളൂ ഗോൾഫ് വിഡോസ്. ഗൾഫ് വിഡോസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ വിഡോസാണെന്ന് അറിയാമോ? കേരളത്തിൽ, ബംഗ്ലാദേശിൽ, ഫിലിപ്പീൻസിൽ, ഇറാഖിൽ ഒരുപാട് അവിടെ ഈ കുടുംബ വ്യവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ ഇസ്ലാമും ഇതുപോലെ ഭയങ്കര പാട്രിയാർക്കലായിട്ട് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ സത്തയിൽ അതെന്തെല്ലാം സ്ത്രീപക്ഷമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഇൻ പ്രാക്ടീസ്. അപ്പോൾ കേരളത്തിനെ മുന്നോട്ട് നയിച്ച, കേരളത്തിൻ്റെ ഈ മറ്റേ പ്രാകൃത തന്തയില്ലായ്മ, കുടുംബയില്ലായ്മ അവസ്ഥയിൽ നിന്ന്, കക്കൂസ ഇല്ലായ്മയിൽ നിന്ന് കേരളത്തിനെ മുന്നോട്ട് നയിച്ച ഈ 3 ഫോഴ്സസ്, നമ്മുടെ ഈ ഗൾഫ് മണിയും അതിൻ്റെ ഈ കമ്മ്യൂണിസവും ഇതിൻ്റെ ക്രിസ്ത്യാനിറ്റിയും, ഇത് 3ഉം കേരളത്തിൽ ഭയങ്കരമായിട്ട് പാട്രിയാർക്കി അതിൻ്റെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ പുതിയ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. അതിന് 2 കണക്ക് മാത്രം പറയാം. ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയതാണ്. കണ്ണുനീർത്തുള്ളിയെ പുരുഷനോട് വമിക്കാത്ത കാവ്യഭാവനെ അത് വൺ സൈഡഡാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാരഡി കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയാണല്ലോ ഉപമിച്ചത്. സ്ത്രീകൾക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല, ഈ അന്ന് തന്നെ ഇഷ്ടമല്ല. ഞങ്ങൾക്കാണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണെന്നാണ്. എവിടെയെങ്കിലും ഭൂരിപക്ഷം ആണുങ്ങൾക്കും തന്നെ കരയുന്നവരായിരിക്കും, അവരൊക്കെ അക്സെപ്റ്റബിൾ ആയിരിക്കും പുരുഷനോട് ഉപമിക്കുക. അപ്പോൾ ഈ കണ്ണുനീർത്തുള്ളിയെ അതായത് ഈ ആണുങ്ങളുടെ ദൗർബല്യം പറയാനായിട്ട് കേരളത്തിൽ വിശേഷമുള്ള 2 കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഒന്ന്, കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങളുടെ എണ്ണം 80% കമ്പയർഡ് ടു വിമൻ. 80 ആണുങ്ങൾ സ്വയം മരിക്കുമ്പോഴാണ് 20 പെണ്ണുങ്ങൾ സ്വയം മരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിഗർ അനുസരിച്ച് പെണ്ണ് കെട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേഖനം എഴുതിയത് ഈ ടാറ്റു ടൈംസിൽ. പെണ്ണ് കെട്ടാനില്ല. അപ്പോൾ അതിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൺലൈൻ വിവാഹ മാരേജ് ബ്യൂറോകളിലൊക്കെ 66%
ആണ് ആണുങ്ങളുടെ അപ്ലിക്കേഷൻസ് ഉള്ളത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇത് 50% പെണ്ണുങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് കേരളം എന്ന് ആലോചിച്ചോളാം. 1000 ആണുങ്ങൾക്ക് 1096 പെണ്ണുങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾക്ക് കെട്ടാൻ താല്പര്യമില്ല. അതായത് അവർ ഭയങ്കര പവർഫുൾ ആയി എന്നർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊരു വർഗീയത ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആത്മീയത എന്നൊക്കെ ഒരു ഓമന പേരിട്ട് വിളിച്ചാലും അത് വർഗീയത തന്നെയായിരിക്കും. പക്ഷെ ഇത് അതിനേക്കാളും അപകടകരമാണ്. ജിന്ന വാസ് എ പോർക്ക് ഈറ്റിംഗ് മുസ്ലിം, ഹി വാസ് എൻ ഏത്തിസ്റ്റ്. ഈ സദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പോർക്കിറച്ചിയൊക്കെ അയാളുടെ ബങ്കറിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. സവർക്കർ, എനിക്കറിയാവുന്ന ഒരുപാട് RSSകാർ കട്ട ഏത്തിസ്റ്റുകളുണ്ട്. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും നല്ല ഓർഗാനിക് ആയിട്ടുള്ള അടിമുടി ഉറക്കത്തിലും ഊണിലും ഏത്തിസ്റ്റുകളായിട്ടുള്ള RSSകാരെ എനിക്ക് പരിചയമുണ്ട്. ഒരു ബന്ധുവൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മരിച്ചുപോയി. അപ്പോൾ ഇത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന വർഗീയത. അപ്പോൾ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു വർഗീയത ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും കേരളത്തിൽ ഈ എന്താ പറയുക, വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയ്ക്ക് നനയെന്ന് പറഞ്ഞ പോലെ ചീരയുടെ കടയ്ക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ വാഴയ്ക്കും കുറച്ച് വേവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോയത് കുന്നംകുളത്താണ്. TK കൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ കെട്ടിവെച്ച കാശ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കളഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ കുന്നംകുളം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJP ഒരു MP ഉണ്ടായിരിക്കുന്ന ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു അഡീഷണൽ ആയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ ഇല്ല ആലത്തൂരാണ്. ഓക്കെ. പിന്നെ അവരുടെ മീഡിയം, അതിപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യം ഈ ക്യാമ്പസിൽ തന്നെ വെച്ച് കുറച്ച് മുമ്പ് ഒരിക്കൽ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പരിപാടിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് CPIMൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സൈറ്റില്ല, നിങ്ങൾ CIAയുടെ സൈറ്റിൽ പോയി നോക്കണം. CIA ലോകത്തിലെ അറബിക്കടലിൽ ഉപ്പ് കലക്കിയത് CIA ആണെന്നാണല്ലോ നമ്മൾ കേരളത്തിലുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചേക്കണേ. CIAയുടെ സൈറ്റുണ്ട്, CIA.gov. എന്തോ മറന്നു കഴിഞ്ഞാൽ അത് CA.gov എന്ന് മാത്രമാണ് തോന്നുന്നത്. CIAയുടെ അതിഗംഭീര വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അപകടം പിടിച്ച രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ CIAയുടെ സൈറ്റ് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ബുറുണ്ടിയിലേക്കൊക്കെ പോകാൻ നേരത്ത് ഈ CIAയുടെ സൈറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വേൾഡ് ഫാക്ട് ഷീറ്റ്സ് ഒക്കെ ഉണ്ട് അവരുടെ. CIAയുടെ സൈറ്റിൽ കുട്ടികളുടെ ഒരു സൈറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഗെയിമൊക്കെ കളിച്ച് CIAയെ പറ്റിയുള്ള പേടി മാറ്റാനുള്ള വിഭാഗങ്ങളുണ്ട്. നമ്മുടെ CPIMൻ്റെ ഒക്കെ സൈറ്റിൽ ടീനേജേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നുമില്ല. കേരളത്തിലെ ഇന്ത്യയിലത്തെ ഒരു കമ്പനികളുടെയും വെബ്സൈറ്റിൽ കുട്ടികളോട് സംസാരിക്കുന്ന, ടീനേജേഴ്സോട് സംസാരിക്കുന്ന അവരുടെ ഭാഷയിൽ ഉള്ള ഇംഗ്ലീഷ് വിഭാഗങ്ങളില്ല. നമ്മുടെ കുട്ടികളുടെ ഭാഷ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ മലയാളം ഇംഗ്ലീഷ് അതല്ല, അല്ലാതെ തന്നെയാണ് അവരുടെ ഭാഷ എല്ലാം കൊണ്ടും മാറിപ്പോയി. പക്ഷേ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ CIAയുടെ സൈറ്റ് പോയി നോക്കിയിട്ട് കുഞ്ഞു കുട്ടികളെ, അതായത് ഇന്ത്യയിലുള്ള 2-3 വയസ്സുള്ള കുട്ടികളെ പോലെ എൻഗേജ് ചെയ്യുന്ന കുറേ പേജുകളുണ്ട് CIAയുടെ സൈറ്റിൽ. CIAക്ക് ഇവിടെ എന്ത് കാര്യം, പക്ഷേ കുട്ടികൾ അറിയാതെ എങ്ങനെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവരത് രസകരമായിട്ട് കളിച്ച് പഠിക്കും CIAയെ പറ്റി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതുപോലെ അന്ന് ഞാനിവിടെ പറഞ്ഞത്, ചെറുപ്പത്തിൽ ഒരു മതത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം സപ്പോർട്ട് വേണം. അപ്പോൾ ബാലസംഘമൊക്കെ വീക്കായി പോയി ഇന്നത്തെ കാലത്താണ് ഞാൻ വിചാരിക്കുന്നത്. ബാലസംഘത്തിനൊന്നും എന്താ വേനൽത്തുമ്പികൾക്ക്, എൻ്റെ ഭാര്യയൊക്കെ ബാലസംഘത്തിലൊക്കെ ജനിച്ചുള്ള ആളാണ്. അപ്പോൾ എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ എൻ്റെ മോളുണ്ടായപ്പോൾ ഞാനൊരു ബീഫ് ഈറ്റിംഗ് ടെമ്പിൾ ഗോയിങ് ഹിന്ദുവാണ്. പക്ഷേ ഞാൻ എൻ്റെ മകളെ എൻ്റെ ഭാര്യയുടെ പരിപാടിയിലേക്ക് വിട്ടു. ഞാൻ അമ്പലത്തിലൊന്നും കൊണ്ടുപോയില്ല. പുള്ളിക്കാരിയെ മോളെ ഭാര്യയുടെ വഴിക്ക് ഒരു എത്തിസ്റ്റായിട്ട് വളർത്തി. പക്ഷേ ഞാൻ പറഞ്ഞു 18 വയസ്സാകുമ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞു. 18 വയസ്സായിട്ട് ഞാൻ കുറച്ചൊക്കെ ബേസിക് പ്രേയേഴ്സൊക്കെ പഠിപ്പിച്ചു. ഞാൻ ദുർബലനായ മനുഷ്യർക്ക് ദൈവം ആവശ്യമാണ്. അപ്പോൾ ഈ ഇവിടെ സഹോദരനയ്യപ്പൻ്റെ കാര്യം ആരോ പറഞ്ഞല്ലോ. സഹോദരനയ്യപ്പൻ എന്താ പറയുന്നത്? സഹോദരനയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനാണ്. അപ്പോൾ K. സുരേന്ദ്രൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. K. സുരേന്ദ്രൻ സഹോദരനയ്യപ്പനെ കാണാൻ പോയപ്പോൾ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് എന്താ ദൈവം ഇല്ലെന്നൊക്കെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനയ്യപ്പൻ ദൈവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സഹോദരനയ്യപ്പനും അറിയാമായിരുന്നു ദൈവമുണ്ട്, പക്ഷെ വേണ്ടെന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഫുൾ ഭക്തിയാണ്. പക്ഷെ നമുക്കത് വായിച്ചറിയാൻ പറ്റും, അങ്ങേർക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള, ഇവിടെ നിങ്ങൾ സഹകന്മാരെ ഉദ്ദേശിച്ചിട്ടില്ല, എന്നെപ്പോലുള്ള ദുർബല ഹൃദയർക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഇക്കണ്ട കീർത്തനങ്ങൾ മുഴുവൻ എഴുതി. കടം മേടിക്കുന്നവരെ കീർത്തനം വരെ ഉണ്ട്, കൃണമോചന കീർത്തനമൊക്കെ ഉണ്ട് മുരുകനോട്. അപ്പോൾ ഞാനൊക്കെ കടത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ചൊല്ലും ഈ മുരുകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും, കൃണം മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏത്തിസ്റ്റാണ്. ഈ ശ്രീനാരായണ ഗുരു ഇവർ നമ്മുടെ സംഖ്യകളൊക്കെ വലിയ തോതിൽ കൊണ്ടാടാൻ ശ്രമിച്ച് നടക്കുന്ന, ഒരു ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരു. പിന്നെ
രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഇവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റലിസത്തിൻ്റെ കടന്നുകയറ്റം പോലെ തന്നെ കുടുംബ വാഴ്ച. അതിൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ബ്ലെയിം ചെയ്യേണ്ടത് കോൺഗ്രസിനെയാണ്. എല്ലാ തരത്തിലും അവരിപ്പോൾ പണ്ട് നാഷണൽ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിൽ കുടുംബ വാഴ്ച. ഇപ്പം കേരളത്തിൽ മുഴുവനും ചെറിയ ചെറിയ ഫീബ്ഡംസ് ആണ്, ചെറിയ ചെറിയ മാടമ്പികളായി തീർന്നിരിക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത മക്കൾ വന്നിട്ട് ഇവരെ പിന്തുടരുന്ന ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. ഇന്നലെ അച്ഛൻ മരിക്കുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ല. മരിച്ച് പിറ്റേ ദിവസം തന്നെ ഇവരെ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തുകയും ഭാര്യമാരെയും മക്കളെയൊക്കെ നിർത്തുന്ന ഒരു ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഈ കോൺഗ്രസിൽ ഇത്തരം കാലം കയ്യിലും കുത്തി നടക്കുന്നവരൊക്കെ ഡാഷായി. അവർ ഈ യൂത്ത് കോൺഗ്രസും KSU എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ അവരൊക്കെ ഒരു കാലത്തും അവനൊരു പോസ്റ്റ് കിട്ടില്ല. ഭയങ്കര ദയനീയമായ സംഭവമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഇന്ത്യയിൽ വളരെ റെസ്പെക്ട് വന്നിട്ടുള്ളത് CPIM-നെയും BJP-യാണ്. CPIM-ന്റെ മക്കളൊക്കെ പ്രധാനമായിട്ടും രാഷ്ട്രീയത്തിൽ വരാത്ത കാരണം എന്ന് വെച്ചാൽ അമ്മമാർ സമ്മതിക്കില്ല. കാരണം ഈ അച്ഛൻ ഈ കാലുവെന്ത് നടക്കുമല്ലേ, 24 മണിക്കൂറും ഒരു മെച്ചമില്ല. ഇതുകൊണ്ട് അതുകൊണ്ടാണ് CPIM-ൽ ഞാൻ ശ്രദ്ധിച്ചത്, CPIM-ലെ മക്കൾ മുഴുവനും ആരും സജീവ രാഷ്ട്രീയ വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ത്യാഗമുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കര വിരോധമായിരിക്കും. എടാ മോനെ, നീ എന്തിനു പോയാലും രാഷ്ട്രീയത്തിൽ പോലും സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇവർക്കൊന്നും അറിയില്ല, ഞാനത് പറഞ്ഞു കൊടുത്താൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടാവും. ഈ കോൺഗ്രസ്സിലെ ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ ഒരു വലിയ സംഭവമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുഴുവനും ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, എല്ലായിടത്തും മക്കൾ രാഷ്ട്രീയ എല്ലാ പാർട്ടികളും. എനിക്ക് പേരൊന്നും പറയാൻ അറിഞ്ഞുകൂടത്തില്ലതൊന്നും. എന്നാൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നമ്മളുടെ വലിയ സ്റ്റാലിൻ എന്ന പേര് തന്നെ നിങ്ങൾ ആലോചിച്ചോളാം. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും കൊടും കമ്മ്യൂണിസ്റ്റായിരുന്ന ആളാണ് സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി, നിങ്ങളുടെ പാർട്ടിയുടെ വലിയ ആളാണ്. സ്റ്റാലിൻ്റെ മകനല്ലേ ഇപ്പോൾ എനിക്ക് വരാനൊക്കെ റെഡിയായിട്ട് എത്ര മക്കൾ വേണമെങ്കിൽ റെഡിയായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ദയനീയമാണ് കാഴ്ച. കേരളത്തിൽ മാത്രമാണ് CPIM-ഉം ഇന്ത്യയിലെ ഒട്ടാകെ നോക്കുമ്പോൾ ഒരു പരിധി വരെ BJP-യും. അപ്പോൾ അവരുടെ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിന് കേരളത്തിൽ CPIM-ഉം ദേശീയ തലത്തിൽ BJP-യും വളരാനുണ്ടായിട്ടുള്ള ഒരു കാരണമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയണത് അവർ ഈ കുടുംബരാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം കുടുംബരാഷ്ട്രീയത്തിലാണ് ഏറ്റവും വലിയ അഴിമതി വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ അച്ഛന് നിങ്ങൾ 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു, ഇയാളത് പാർട്ടിക്കൊന്നുമല്ലോ കൊടുക്കണേ, ഇയാള് വീട്ടിലേക്കാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഈ അച്ഛൻ ചത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ക് ചോദിക്കണമെങ്കിൽ ഈ മകൻ രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ കേരളത്തിലൊക്കെ ഇതുപോലെ ചില അച്ഛന്മാരൊക്കെ മരിച്ചിട്ട് അവരുടെ മകനെ അവരോധിക്കാൻ വേണ്ടി വേറെ ആളുടെ അടുത്ത് പോകുന്നു. ഈ പയ്യൻ്റെ മാനേജ്മെൻറ്റ് ഇവൻ്റെ അമ്മ ഏറ്റെടുക്കുന്നു, കൈക്കൂലി മാനേജ്മെൻറ്റ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ അഴിമതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണിക് ക്യാപിറ്റലിസത്തിനോട് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന സംഭവമാണ് ഈ കുടുംബ ഭരണം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് സ്വകാര്യ കമ്പനികൾ അവരുടെ മക്കളുടെ അല്ലെങ്കിലാണ് അവർ സ്വത്ത് പോണത്. ഇപ്പുറത്തെ അപ്പോൾ ഇവിടുത്തെ അപ്പന് 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ അപ്പൻ ചത്ത് കഴിയുമ്പോൾ ഇത് പോയി, ആ പൈസ പോയി. അങ്ങനെ പോകാൻ പാടില്ല. പോകാണ്ടിരിക്കണേ എന്ത് ചെയ്യണം? ഇവിടുത്തെ മകൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതാണ് ഇതിൻ്റെ ട്രാജഡി. അപ്പം അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് നിങ്ങളുടെ അപ്പൻ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് താല്പര്യം ഉണ്ടായിട്ട് വരും. അപ്പം ഇതിൽ പ്രധാന പ്രശ്നം നിങ്ങൾ പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ടത് ചെറിയ പെൺകുട്ടികളെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആലോചിക്കുക എന്നുള്ള അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ അധികം സമയമെടുത്തെന്ന് തോന്നുന്നു. പിന്നെ അധികാരത്തിൽ, അതാണ് കോമൺ ആയിട്ട് പറയുന്നത്, അധികാരത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും, പ്രത്യേകിച്ച് ദളിതർ. അതിലെനിക്ക് തോന്നുന്നത് CPM ഒക്കെ ചെയ്തേക്കാളും ഹാൻഡ് പിക്കിംഗ് നടത്തിയിട്ടുള്ളത് കരുണാകരനാണ്. ഒരുപാട് പേരെ നമുക്ക് ഓർക്കാൻ പറ്റും കരുണാകരൻ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടുവന്ന. അതൊരു വേറെ ദുഷ്ടലാക്കൊക്കെ വേറെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇൻ ദ എൻഡ് നിങ്ങൾ നോക്കൂ, ഒരുപാട് പേരെ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെയുള്ള അത് നമ്മൾ നിർബന്ധമായിട്ടും അധികാരത്തിൽ നിന്ന് ദീർഘകാലം അധികാരത്തിൽ നിന്നും സമ്പന്നതയിൽ നിന്നും പുറത്തു നിർത്തപ്പെട്ട വിഭാഗങ്ങളെയും സമുദായങ്ങളെയും അവരുടെ ന്യൂ ജനറേഷനെ അവർക്ക് താല്പര്യം ഉണ്ടാവും രാഷ്ട്രീയത്തിൽ, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം അവർക്ക് അധികാരം രുചിച്ചിട്ടില്ല, അവർക്ക് സമ്പന്നതയില്ല. അവരുടെ അപ്പന്മാരൊന്നും രാഷ്ട്രീയക്കാരല്ല, അവരുടെ അപ്പന്മാർ പണിക്കാരായിരുന്നു, പറമ്പിൽ പണിക്കാരായിരുന്നു. അവരെ എങ്ങനെ ബൾക്കായിട്ട് വൻതോതിൽ കൊണ്ടുവരാൻ പറ്റും നോക്കുക. അധികാരത്തിൽ നിന്ന് ദീർഘകാലം പുറത്തു നിർത്തിയിട്ടുള്ള സമുദായങ്ങളെ, സമ്പന്നതയിൽ നിന്ന് ദീർഘകാലം പുറത്തു നിർത്തിയിട്ടുള്ള സമുദായങ്ങളെ, പ്രദേശങ്ങളെ, ചില പ്രദേശങ്ങളായിരിക്കും സമ്പന്നതയിൽ പുറകിൽ നിൽക്കണേ, അവിടെയുള്ള ആൾക്കാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് 2046 നിങ്ങളുടെ പാർട്ടി ഭരിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ പുതിയ അവർ എല്ലാ തരത്തിലുള്ള അതോറിറ്റിയും നെഗേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം വ്യവസ്ഥ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടാൻ പോവുകയാണ്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുടുംബ വ്യവസ്ഥ വലിയ, നമ്മളാരും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല, എങ്കിലും വളരെ സമീപഭാവിയിൽ നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥ, കുടുംബം എന്ന് പറയുന്ന ഈ വലിയ എന്താന്ന് പറഞ്ഞാൽ ബൂർഷ്വാ പ്രസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ നിങ്ങളുടെ ഭാഷയിൽ,
അത് അതിൻ്റെ അസ്ഥിവാരം ഇളകി കഴിഞ്ഞു. ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കുക എന്നൊക്കെ പറയണ പോലത്തെ ഒരു വലിയ ഷേക്ക്. അതുപോലെ ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ സില്ലിയായിട്ട് തോന്നും, 2 കോട്ട് ഞാൻ പറയാം. ഇഫ് എ ഫ്രീ സൊസൈറ്റി കനോട്ട് ഹെൽപ്പ് ദ മെനി ഹു ആർ പുവർ, ഇറ്റ് കനോട്ട് സേവ് ദ ഫ്യൂ ഹു ആർ റിച്ച്. ഇഫ് എ ഫ്രീ സൊസൈറ്റി വിച്ച് കനോട്ട് ഹെൽപ്പ് ദ മെനി ഹു ആർ പുവർ, ഇറ്റ് കനോട്ട് സേവ് ദ ഫ്യൂ ഹു ആർ റിച്ച്. അതുപോലെ വേറൊരു കോട്ട്, ദോസ് ഹു മേക്ക് പീസ്ഫുൾ റെവല്യൂഷൻ ഇമ്പോസിബിൾ വിൽ മേക്ക് വയലന്റ് റെവല്യൂഷൻ പോസിബിൾ. രക്തരഹിതമായ വിപ്ലവത്തിൽ തടസ്സം നിൽക്കുന്നവർ രക്തരൂഷിതമായ വിപ്ലവം വരുത്തുന്നു. ഇത് 2 പറഞ്ഞത് ആരാന്നറിയാമോ? വലിയ വലതുപക്ഷക്കാരനായിരുന്ന കെന്നഡിയാണ്. അപ്പോൾ അന്നത്തെ വലതുപക്ഷം പോലും ഇടതുപക്ഷമായിരുന്നു, നിങ്ങൾ ഓർത്താൽ മതി. അതേസമയം 1992 ഡെങ് സിയാവോപിങ് പറഞ്ഞാൽ എന്താ, പൂച്ച വെളുത്തതായാലും കറുത്തതായാലും എലിയെ പിടിച്ചാൽ മതി. ഇപ്പം ഭൂരിപക്ഷ സഹാക്കളും അതാണല്ലോ പറയുന്നത്. പൂച്ച വെളുത്തതായാലും കറുത്തതായാലും ചുമന്നതായാലും ഇനി പിങ്ക് ആയാലും എലിയെ പിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്, എല്ലാവരും, കമ്മ്യൂണിസ്റ്റുകാരടക്കം. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു വലിയ ഒരു അറ്റം. അപ്പോൾ ഇനി പാട്ടും കൂടി ഉള്ളതുകൊണ്ട് 7 മണിക്ക് ഫുൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സ്കാറ്റേഡായിട്ട് തന്നെ കുറേ ചിന്തകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഇതിന് അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.